അമേരിക്കൻ രാഷ്ട്രീയത്തെയും നയതന്ത്ര ലോകത്തെയും ഒരേ സമയം ഉലച്ചുകൊണ്ട് യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർ തന്റെ പദവി രാജിവെച്ച വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഭർത്താവിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് താൻ പദവി ഒഴിയുന്നത് എന്നാണ് തുളസി വ്യക്തമാക്കിയ ഔദ്യോഗിക കാരണം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ഏറ്റവും നിർണായകമായ പദവികളിൽ ഒന്ന് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയുടെ ഈ അപ്രതീക്ഷിത പടിയിറക്കം വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ സുപ്രധാന നയരൂപീകരണങ്ങളിൽ പങ്കാളിയായിരുന്ന തുളസി ഗബ്ബാർഡിന്റെ രാജി തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ട്രംപ് ക്യാമ്പിലെ ഏറ്റവും വിശ്വസ്തയും ശക്തിയുമായ വ്യക്തിത്വങ്ങളിൽ ഒരാളായാണ് അവർ വിലയിരുത്തപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഈ രാജി എന്ന് വ്യക്തമാക്കുമ്പോഴും ഇതിനു പിന്നിൽ മറ്റ് രാഷ്ട്രീയ വശങ്ങളുണ്ടോ എന്ന രീതിയിലുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ സജീവമായി കഴിഞ്ഞു. ഈ അപ്രതീക്ഷിത നീക്കം ട്രംപ് സർക്കാരിന്റെ സുരക്ഷാ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ താൽക്കാലിക പ്രതിസന്ധിക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ തുളസി ഗബ്ബാർഡിന്റെ രാജി വാർത്തയ്ക്ക് പിന്നാലെ അന്താരാഷ്ട്ര സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഇറാൻ ഇതിനോട് പ്രതികരിച്ച രീതിയാണ്. അമേരിക്കയുടെ കടുത്ത ശത്രു രാജ്യമായ ഇറാന്റെ ഭാഗത്തു നിന്ന് തികച്ചും അപ്രതീക്ഷിതവും വിചിത്രവുമായ ഒരു പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. അർമേനിയയിലെ ഇറാനിയൻ എംബസിയാണ് ഔദ്യോഗികമായി തുളസി ഗബ്ബാർഡിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഒരു യുഎസ് ഉദ്യോഗസ്ഥയുടെ രാജിയോട് ഇറാൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് നയതന്ത്ര വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇറാനെ കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ തുളസി ഗബ്ബാർഡ് ധീരത കാണിച്ചിരുന്നു. ഇങ്ങനെയാണ് ഇറാനിയൻ എംബസി തങ്ങളുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും വസ്തുതാപരമായി വിളിച്ചു പറയാൻ അവർ മടിച്ചിരുന്നില്ല എന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു അമേരിക്കൻ രഹസ്യാന്വേഷണ മേധാവിയെ ശത്രുരാജ്യം പരസ്യമായി പുകഴ്ത്തുന്നത് ഇതാദ്യമായാണ്. ഈ തുറന്നു പറച്ചിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ പുകിലുകൾക്ക് കാരണമായിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിൽ ഇറാൻ നയത്തെ ചൊല്ലി നിലനിൽക്കുന്ന ആഭ്യന്തര ഭിന്നതകളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ഇറാനോട് കടുത്ത യുദ്ധപ്രഖ്യാപന ശൈലി സ്വീകരിക്കുന്ന ഒരു വിഭാഗം ട്രംപിന് ചുറ്റുമുള്ളപ്പോൾ കൂടുതൽ പ്രായോഗികവും സമാധാനപരവുമായ സമീപനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അവിടെയുണ്ടെന്ന സൂചനയാണിത് നൽകുന്നത്. തുളസി ഗബ്ബാർഡ് പലപ്പോഴും മിതവാദപരമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ആഭ്യന്തര തർക്കങ്ങളാണ് ഇറാന്റെ പ്രസ്താവനയിലൂടെ ഇപ്പോൾ പരസ്യമായിരിക്കുന്നത്. വാഷിംഗ്ടണും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഈ രാജിയോടെ വീണ്ടും സജീവമായിട്ടുണ്ട്. അമേരിക്കൻ വിദേശ നയം പൂർണ്ണമായും ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് നീങ്ങുന്നതെന്ന വിമർശനം മുൻപും ഉയർന്നിരുന്നു. തുളസി ഗബ്ബാർഡ് ഇസ്രയേലിന്റെ തീവ്ര സൈനിക നിലപാടുകളോട് ചിലപ്പോഴൊക്കെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ ഇസ്രയേലിന് വേണ്ടി മാത്രമായി പണിയെടുത്തിട്ടില്ല എന്ന ധ്വനിയാണ് ഇറാന്റെ പ്രശംസയിൽ അടങ്ങിയിരിക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ കടുത്ത യുദ്ധഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ നയതന്ത്ര നാടകം അതീവ ഗൗരവമുള്ളതാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുമെന്നും അവരെ പൂർണ്ണമായി പൂട്ടുമെന്നും ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണിത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് മേധാവിയുടെ കസേര ഒഴിഞ്ഞതും അതിനെ ഇറാൻ സ്വാഗതം ചെയ്തതും ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്ക് വലിയൊരു ആയുധമായി മാറുകയും ചെയ്യും. തുളസി ഗബ്ബാർഡിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾ എപ്പോഴും അമേരിക്കൻ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു. മുൻപ് ഡെമോക്രാറ്റിക് പാർട്ടിയിലായിരുന്നപ്പോഴും യുദ്ധവിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. വിദേശ രാജ്യങ്ങളിലെ അനാവശ്യ സൈനിക ഇടപെടലുകളെ അവർ ശക്തമായി എതിർത്തു. ട്രംപ് ക്യാമ്പിലേക്ക് എത്തിയ ശേഷവും അവരുടെ ആ അടിസ്ഥാന നിലപാടുകളിൽ വലിയ മാറ്റമൊന്നും വന്നിരുന്നില്ല എന്നാണ് ഇറാന്റെ ഈ പുതിയ പ്രതികരണം വ്യക്തമാക്കുന്നത്. ഈ രാജിയെ ട്രംപിന്റെ വിദേശ നയങ്ങളെ വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനെതിരെ കടുത്ത നീക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ ട്രംപിന് മേൽ ഇസ്രയേലിന്റെയും സ്വന്തം ക്യാമ്പിലെ തീവ്രവാദികളുടെയും വലിയ സമ്മർദ്ദമുണ്ട്. തുളസിയെ പോലെ കാര്യങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തുന്ന ഒരാൾ പുറത്തു പോകുന്നതോടെ അമേരിക്ക കൂടുതൽ കടുത്ത സൈനിക നടപടികളിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഇത് മധ്യപൂർവേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയേക്കാം. ഇറാൻ ഈ അവസരം വളരെ കൃത്യമായ ഒരു നയതന്ത്ര ആയുധമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഒരൊറ്റ അഭിപ്രായമല്ല ഉള്ളതെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ടെഹ്റാൻ ഇതിലൂടെ സാധിച്ചു. തങ്ങൾക്കെതിരെയുള്ള ട്രംപിന്റെ നീക്കങ്ങൾ വ്യക്തിപരമായ വിരോധത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാനും ഇറാന് കഴിഞ്ഞു.
അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ഈ പ്രസ്താവന ഉപകരിക്കും. വൈറ്റ് ഹൌസ് നിലവിൽ ഈ വിഷയത്തിൽ കടുത്ത പ്രതിരോധത്തിലാണ്. തുളസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ പ്രശംസിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളെ പൂർണ്ണമായി തള്ളിക്കളയാനാണ് അമേരിക്കൻ വക്താക്കൾ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ സുരക്ഷാ നയങ്ങളിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകില്ലെന്നും ഇറാനെതിരെയുള്ള നിലപാടുകൾ ശക്തമായി തുടരുമെന്നും പെന്റഗൺ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഉള്ളിലെ പുകച്ചിൽ പൂർണ്ണമായി അടയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഭർത്താവിന്റെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാണിച്ച് തുളസി ഔദ്യോഗികമായി കത്തയച്ചെങ്കിലും ട്രംപുമായി ചില സുപ്രധാന നയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് രാജിയിലേക്ക് നയിച്ചതെന്ന വാദത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉറച്ചു നിൽക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ട്രംപിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ സ്വാഭാവികമാണ്. തുളസി ഗബ്ബാർഡ് പദവി ഒഴിഞ്ഞതോടെ അടുത്ത നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ആരായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അമേരിക്കയുടെ അടുത്ത നീക്കങ്ങൾ. യഥാർത്ഥത്തിൽ തുളസി ഗബ്ബാർഡിന്റെ അപ്രതീക്ഷിത പടിയിറക്കവും അതിന്മേലുള്ള ഇറാന്റെ ഹൃദയസ്പർശിയായ സന്ദേശവും ലോകരാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളിലെ ഭിന്നതകൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ഈ സംഭവം കാരണമായി. വരും ദിവസങ്ങളിൽ അമേരിക്കൻ വിദേശ നയത്തിലും മധ്യപൂർവേഷ്യൻ പ്രതിസന്ധിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്.